So here comes a different voice. Give me a moment to prepare, okay? There is going to be a switch of language here. I'm going to be reading out in Malayalam as well. So I hope everybody knows Malayalam here, right? I think that language shift is going to give you some more attention. Thank you for that meditative mood that you both have created overall. So, the poem I'm going to be reading. മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ കുറച്ച് സമയം വേണം. അപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്ന പോയം ഞാനൊരു ടീനേജർ ആയിരുന്നപ്പോൾ എഴുതിയിരുന്നൊരു പോയമാണ്. ഓക്കെ, അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ബോധമൊന്നുമില്ല. അപ്പോൾ ചുറ്റുമുള്ള ആളുകൾ എന്താണോ ഫേസ് ചെയ്യുന്നത്, അവർ ഏതൊക്കെ രീതിയിലാണോ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫ്രീഡം എന്നൊരു ആസ്പെക്റ്റ് അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇതെല്ലാം കൂടെ പല വരികളാക്കി ഒരു കവിതയാക്കി ഞാൻ എൻ്റെ ഒരു ബുക്കിൽ സൂക്ഷിച്ചു വെച്ചു. ആ പോയമാണ് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഞാനൊരു തിരുത്തുകളൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാചീന കാലത്തെ ആളുകളായിട്ട് അതിനെ ബന്ധപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരു വരി ചിലപ്പോൾ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടെന്നിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പോയമാണ് വായിക്കാൻ പോകുന്നത്. പോയത്തിന്റെ ടൈറ്റിൽ ഒതുക്കപ്പെട്ടവരെന്നാണ്. ഓക്കെ, കാലത്തിന്റെ ചങ്ങലക്കണ്ണിയിൽ കാലഘട്ടം കഴിച്ചു കൂട്ടിയവർ, കാടറിയാതെ നാടറിയാതെ കാൽപ്പനിക കൗതുകത്തിൽ ജീവിച്ചവർ, വിശാലമാം മാനം പോലും കാണാതെ പ്രകൃതിതൻ വികൃതികൾ അറിയാതെ വികൃതികളൊക്കെ ടൈം സ്ലിപ്പ് അടക്കം വരാം, ഒന്ന് ക്ഷമിക്കണം. പാൽ മുട്ടിട്ട് നിശാഗന്ധി പൂത്തിട്ടും ആ ഗന്ധമൊന്നും ആസ്വദിക്കാതെ ഉൾച്ചുവരിൽ ജീവിച്ചവർ. കുറെ പേര് അങ്ങനെയാണ്, ഇൻഡോർ ജീവികളായിട്ട് മാത്രം ഒതുക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരെ തന്നെ ഒതുക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. മൗനം കവർന്ന് നിലാവെളിച്ചത്തിൽ ഇടർന്ന സ്വരത്തിൽ പാടാത്തവർ, പാതിരാവെട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന കാമക്കണ്ണുകളെ ഭയം തൊളിച്ചവർ, ഇടതൂർന്ന കാർക്കൂന്തലോ കൊലുസണിഞ്ഞ കാലുകളോ കൊഞ്ചലരിഞ്ഞ വാക്കുകളോ അറിയാത്തവർ, വിജനമാം വീതിയിൽ ആരോരുമില്ലാതെ തുണയ്ക്കായുള്ളവർ താങ്ങായില്ലാതെ തൂക്കുവിളക്കിൻ വെളിച്ചത്തിൽ കഴിഞ്ഞവർ, കൊടും തണുപ്പിൽ നീർക്കട്ടയായവർ, മരച്ചില്ലയിൽ പോലും ചാഞ്ചാടാൻ കഴിയാതെ പോയവർ, മനം തട്ടി വീണ വായിക്കാത്തവർ, വിടർന്ന കണ്ണുകൾ സ്വപ്നങ്ങൾ കണ്ടില്ല, ഇഴഞ്ഞു നീങ്ങുന്ന കാലത്തിനൊപ്പം തനിക്കിതൊന്നും അർഹതയില്ലെന്ന് നടിച്ചവർ, ഭയമെന്ന രാക്ഷസ കോട്ടയിൽ നിറയാർന്ന ചിരി വിറയോടെ ചിരിച്ചവർ, കടലായി എരിഞ്ഞ ജ്വാലയെ മഴയായി പൊഴിക്കാത്തവർ, ഇരഞ്ഞിറങ്ങും ചിവീടിയനോട് പരിഭവം പറഞ്ഞവർ, എങ്കിലും പിണക്കങ്ങളില്ലാതെ മൺചെപ്പിൽ ഒതുക്കപ്പെട്ടവർ. പലരും അങ്ങനെയാണല്ലേ, പലതിലും ഒതുക്കപ്പെട്ടവരാണ്. ചിലപ്പോൾ ആ ഒതുക്കപ്പെടലിന്റെ ഭാഗമായിട്ടാവാം പലരും ഇവിടെ ഇല്ലാത്തത്. ഇങ്ങനത്തെ ഒരു ഇവന്റ് എന്ന് പറയുമ്പോൾ മോർ ഓഫ് ലൈക്ക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ നമ്മൾ
വാക്കുകളിലൂടെ റിലേറ്റ് ചെയ്ത് ആ ഒരു ഇമോഷനിലേക്ക് കടന്നു പോകുന്നൊരു പ്രക്രിയയാണ്. അതുപോലും ചെയ്യാൻ മടിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവന്റിന് വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. ഓക്കെ, it's a great action. You are supporting real words from people, and it's a support the real human beings need. So now I'm going to be switching to English again. Just give me a moment so I can switch my brain to the English part. There is a thing with me that I usually say this to people I'm close around. When I write in Malayalam, I feel the pain. I'm more of like a melancholic person. When I write in English, it's much more I travel into the light. And I'm trying to make you all travel through the light. Okay, let's begin the journey. Before that, I would like to just blabber about a little incident that I recall from such a circumstance, I would say. Okay? So when I am sitting in front of you, I remember an event that happened in my college. I was a teenager back then, very sensitive, very soft person who was able to feel a lot. I wouldn't say I'm not able to feel a lot. I feel a lot still now. For the same, I'm here. But it was very hard for me back then because nobody was there to support. And all right, we know what the pain is that when nobody is around to support us. So when I began my college, it was whole like a cultural shift. I was moving into some other country. From Kerala right away going to some other country. It's a cultural nuisance, I would call, because again the brain needs to switch from different places, right? So I was not able to do that very fast as I am doing it right now. So it was very hard for me to move to a place and to meet new people, to blend in with them. So in the very first day of the college and in the very first class I had, I was pushing myself a lot to achieve more. What can be done in this class? So for the same, I was part of a team and I slightly pushed them to do the work on time, okay? Just a slight push. Like, you have to do this. We need to complete the project on time. They didn't like it. For the same, they were like bullying me. They was using very harsh words on me. And I couldn't bear it. I was going through a lot back then. I was very vulnerable, very soft. But I couldn't bear it. I was becoming numb. I was becoming depressed. I would use the word depressed. I think it's not a taboo to use that word here, right? I think that was the first stage of depression I had. I was very numb, very sad. And that was the first time I cried on a person's shoulder. I would love that person, if that person could have make it up here, but she's not here anymore. But there came up a chance, okay? There came up a chance where like we were asked to talk about something in the class as a part of class activity. I hope I'm not boring you out with all these sad stories. Okay? So what happened was that I chose the topic bullying. And I spoke about bullying in front of the bullies without actually pointing fingers at them. I could see their fear in their eyes. But it was more pain in my heart. I remember during the speech I was holding up my chest and I was just stuck in the speech. And my professor and the audiences supported me. They were kind enough to support me at that time, so that kept me going. So towards the end of the speech, I
I told words of a legend. I spoke about fear. I spoke about fear. So these are the words that the legend told. Fear is a phantom which is more fearsome than the fear itself. It's a phantom world. It's a reality, and you are much more fearsome in that phantom world. So that's what I spoke, and I ended up my words in that conclusion. And for the same fear, after I would say 7 years, I'm sitting in front of you all to share this moment which I will cherish until my last breath. Give me a moment to catch my breath. I'm liberating these words here for myself, for all of you, and for the humanity. This is not about pain or sadness. Moreover, it's an absurd thought of loving the person that hurt me the most. And the truth is that only loved ones can hurt you. Hence, the title of the poem is Loving the Person That I Should Hate the Most. Hate is taught. That's what they say. So I undid what I learned. In the moments of memories, I reckon within the turbulence of my mind. It is a love story that is still precious, attracted like magnets, where the lights were never met. My intuition sensed something wrong, but I wondered whether to believe it or not. So I gave it more time and let the stars align to fulfill the destiny of my beloved and mine. Until now, it became a fantasy. Since the intention and the action was contrary. I was trying to accept what was real, and for the same, my brain stormed in ways so unreal. In the turbidity, a question rose. Didn't I also play a role to play me a fool? Betraying my intuition was actually my own manipulation. So, playing the victim drained my soul. For the same, I saw myself depleting slowly, asking why
did this happen to me? Why did this happen to me? There, my ego paused for a while. The person on the other side did good too, right? But why did my eyes only see the blemishes and the wounds? Here, I'm sure this ain't an abandonment issue. So, I meditated on my thoughts to gain this truth. When I say I am hurt, I feel the self suffering, which again makes me wane and leads to dwelling. And forever I remember, I just wanted peace. I just wanted peace. There wasn't any godly light or a rescue board. So I sat through it all and cleaned up my mind. Then I told my shadow that if I keep the hate, I will crumble again. Hence, first, I forgave myself. And then I forgave the person for not being able to forgive himself. I recall that we began as a new beginning of a poem. Now I'm beginning to love the person that I should hate the most, but not with the haste of possessing him like a demon. And myself, I'm Abina Abdulaziz, and I'm called Lee and La Diablo, given different names, even called Verdi. Thank you for listening to me. I'm handing over the mic. So to process the whole thing, you will have a break after this. Please don't hit me with stones or anything. So I'm going to stand just for the mood I have more, because if I sit, it's not going to flow. That's what I believe, okay? So it all comes from the impression of being a woman. Women here can relate a lot, I guess. But if you sing along, men can also enjoy this. I sing it to myself when I feel there is an event happening that is actually triggering me, being a woman. Sing it to my head at times, sing it loud at home, and now I'm singing it to you. But here I'm feeling liberated, that's why I'm singing it here. With no beats, just make up some fake beats in your head. Here we go. Can anybody beatbox? Yeah. Is there anybody who can beatbox? Okay.
കണ്ടില്ലേ അത് മതിച്ചില്ലേ കെട്ടുകഥകളക നുണ പറഞ്ഞില്ലേ പൊളിയല്ലേ വന്ന വീഥികൾ കണ്ട നോക്കുകൾ ക്രൂരമല്ലേ ചതിയല്ലേ പറഞ്ഞതൊക്കെയും വഴിമാറാതെ കുഴിയിലാക്കിയില്ലേ വിധിയല്ലത് നരതൻ വിളയാട്ടം മതി മതി ഇനി വേണം പ്രതികാരം അലയടിക്കുന്ന വിരഹം എന്നാലും പറയരുതൊന്നും ആരോടും ഒന്നും മിണ്ടാതിരി അല്ലെ ചുമ്മാതിരി ഒന്നും ചെയ്യാതിരി ചുടുമ നടപ്പല്ലടി ഒന്നിന് കൊള്ളാതിരി വയ്യാവേലി പല മുത്തലും കാട്ടിയില്ലേ അല്ലെ നിഹ സങ്കടത്തിൽ കരഞ്ഞാൽ ഭീരു ഒന്നുറക്കി ചിരിച്ച വട്ട് പലതിലെന്ന് പറഞ്ഞാൽ കഷ്ടം പൊട്ടതും ചെയ്താലോ ഇഷ്ടം വിധിയെന്ന് ന്യായം പറഞ്ഞ് കള്ളങ്ങൾ ഓതിത്തെന്ന് പെണ്ണെ നീ അങ്ങനെ നടക്ക് അല്ലേലത് ചീത്ത നടപ്പ് പോയി 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 ദൂരം താണ്ടി ജീവിതം അത് അങ്ങനെ മുഞ്ചി കൊല്ലാതെ നിന്നെ മറന്ന് വൻകാറ്റായി വീശിക്കാട്ടെ